ഒരു ട്രഡീഷണൽ ലുക്ക്. സെമി സിൽക്കിനകത്ത് ബനാറസിയുടെ ഒരു വീവിങ് സ്റ്റൈൽ, ഒരു അഫോർഡബിൾ റേഞ്ചിനകത്ത് കൊണ്ടുവന്നേക്കുന്ന സാരീസിൻ്റെ കളക്ഷൻ ആട്ടോ. ഒരു ബ്യൂട്ടിഫുൾ കളർ പാലറ്റിലാണ് വന്നേക്കുന്നത്. ഇപ്പം മജന്തയുടെയും വൈറ്റിൻ്റെ ഒരു കോമ്പിനേഷൻ, ഫുള്ളായിട്ട് ബോഡിയിൽ ഈ ഒരു ടൈ ആൻഡ് ടൈ ലുക്കാണ് കൊണ്ടുവന്നേക്കുന്നത്. അപ്പർ ബോർഡർ ഷോർട്ടായിട്ടും ലോവർ ബോർഡർ അത്യാവശ്യം ബ്രോഡായിട്ടും വന്നേക്കുന്ന ലുക്ക്. അതിന് അപ്പർ ബോർഡർ വൈറ്റിൻ്റെ ഒരു ലുക്കും അതിന് ആ ഒരു ടൈയിൻ്റെ ആ ഒരു സിമിലർ ലുക്കാണോ വന്നേക്കുന്നത്. ആക്ച്വലി നമ്മുടെ ചെസ്റ്റിൻ്റെ പോർഷനിൽ ഈ ഒരു കളർ പാലറ്റ് ആയിരിക്കും വരുന്നത്. ആൻഡ് പല്ലുവിൻ്റെ പോർഷൻ ഷോർട്ടായിട്ട് വന്നേക്കുന്ന ഒരു പല്ലു ഡീറ്റെയിലിംഗ്. അതിന് ആ ഒരു സെയിം ലുക്കിൽ വന്നേക്കുന്ന ബ്ലൗസ് പീസ് ആട്ടോ. ഇതും ആ ഒരു സെയിം ആ ഒരു സ്ട്രൈപ്സ് ലുക്കിൽ വന്നേക്കുന്ന ബനാറസിയുടെ ഒരു വീവിങ് സ്റ്റൈലാണ് കൊണ്ടുവന്നേക്കുന്നത്. ഗോൾഡ് ആൻഡ് സിൽവർ, അതിൻ്റെ കൂടെ ഗ്രീൻ യാൺസും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു വീവിങ് സ്റ്റൈലാട്ടോ കൊണ്ടുവന്നേക്കുന്നത്. പല്ലു ആൻഡ് ബ്ലൗസ് പീസ്. ആൻഡ് ആ ഒരു ബ്ലൗസ് പീസിലും പല്ലുവിലും വരുന്ന സെയിം പാറ്റേൺ ആണ് ബോർഡറിലും പ്ലേസ് ചെയ്തേക്കുന്നത്. അപ്പർ ബോർഡറിൽ ഒരു ലൈനും ആൻഡ് ലോവർ ബോർഡറിൽ 2 ലൈൻസ് ആയിട്ടുള്ള അത്യാവശ്യം ബ്രോഡായിട്ട് വന്നേക്കുന്ന ലോവർ ബോർഡർ ലുക്ക്. സെമി സിൽക്ക് അതിനെ ഉടുക്കാനൊക്കെ ഈസി ആയിട്ട് നമുക്ക് പ്ലീറ്റ്സൊക്കെ കിട്ടും കേട്ടോ. അപ്പം ഇത് ഫസ്റ്റ് ഷെയ്ഡാണ്. ഇതിൻ്റെ 2 ഷെയ്ഡും കൂടി അവൈലബിൾ ആണ്. നെക്സ്റ്റ് വന്നേക്കുന്നത് ബ്ലാക്കിൻ്റെ കൂടെ ലൈറ്റ് ഗ്രേയിൻ്റെ ഒരു കോമ്പിനേഷൻ ആട്ടോ. അതിന് ഇതിനകത്തും ആ ഒരു ലൈറ്റ് ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും ആ ഒരു ഗ്രീൻ യാൺസിൻ്റെയും വീവിങ് സ്റ്റൈലാണ് ബോർഡറിൽ കൊണ്ടുവന്നേക്കുന്നത്. ബ്ലാക്കിൻ്റെയും ഗ്രേയിൻ്റെയും കോമ്പിനേഷൻ. നെക്സ്റ്റ് വന്നേക്കുന്നത് റോയൽ ബ്ലൂവിൻ്റെ കൂടെ വൈറ്റിൻ്റെ കോമ്പിനേഷൻ. അതിന് ഇതിനകത്തുള്ള വീവിങ്ങിൽ ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ വിചാരിച്ചു സിൽവർ മാത്രമായിട്ടാണ് വീവ് വരുന്നതെന്ന്. പക്ഷേ അല്ല, ഇതിനകത്ത് ഗോൾഡിൻ്റെ സിൽവർ മാത്രമായിട്ടാണ് ഈ ഒരു വീവിങ് സ്റ്റൈൽ കൊണ്ടുവന്നേക്കുന്നത്. ബോർഡറിൽ നമ്മൾ നേരത്തെ കണ്ട 2 ലുക്കിലും ഗോൾഡും സിൽവറും കൂടിയുള്ള മിക്സിംഗ് ആയിരുന്നു. അതിന് ഇതിൻ്റെ ബോർഡറിൽ സിൽവർ സെറി മാത്രം യൂസ് ചെയ്തിട്ടുള്ളൊരു വീവിങ് ആട്ടോ കൊണ്ടുവന്നേക്കുന്നത്. പല്ലു ഇതിൻ്റെ കോഡ് വരുന്നത് AL160, പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത് 1799. ഇത് ട്രിപ്പ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ ബ്ലൗസിൻ്റെയും പല്ലുവിൻ്റെയും ഫോട്ടോസ് എല്ലാം വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്ക് അവർ വെബ്സൈറ്റ് www.aham.store. ഷെയ്ഡഡ് ആയിട്ട് വരുന്ന സാരീസ്, ഒരു ഷെയ്ഡിൻ്റെ തന്നെ ലൈറ്റ് ആൻഡ് ഡാർക്ക് ഷെയ്ഡ്സിൽ വരുന്ന ഭംഗിയുള്ള സാരീസ്. എന്നാൽ ഇതിനകത്ത് ഫുള്ളായിട്ട് ഹാൻഡ് എംബ്രോയിഡറി ഡീറ്റെയിലിങ്ങും നല്ല ഫോളോ ചെയ്ത് കിടക്കുന്ന സാരിയാണ്. ആൻഡ് ഫുൾ ഹാൻഡ് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വന്നേക്കുന്നത് ക്രോഷ്യ ലേസിൻ്റെ ഒക്കെ ഫിനിഷിങ് കൊടുത്തിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് കേട്ടോ. ആൻഡ് ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് ഗസ് ചെയ്തോ? ഇത്രയും വർക്ക് ഡീറ്റെയിലിംഗ് വന്നേക്കുന്ന അപ്പർ ദാവണി പോർഷനിൽ ഫുള്ളായിട്ട് വർക്ക് വന്നിട്ട് ഇതാണ്ടോ പല്ലു വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന, പല്ലുവിൻ്റെ ഈ ഒരു പോർഷൻ വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന രീതിയിൽ വർക്ക് ഡീറ്റെയിലിംഗ് വന്നേക്കാണ്. പല്ലു ആ ബോഡിയിൽ ലോവർ പോർഷനിൽ വന്നേക്കുന്ന കളറാണ് പല്ലുവിൽ വന്നേക്കുന്നത്. സിൽവർ ബോർഡർ കണ്ടോ, നല്ല ഗ്രാൻഡായിട്ടുള്ള സാരിയാണ്. സിൽവർ ബോർഡർ, ഈ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ഇതുപോലെ ഫുൾ ഒരു ഹാഫ് സാരിയിൽ വരുന്ന പോലെ ഫുള്ളായിട്ട് ഈ പ്ലീറ്റിൻ്റെ പോർഷൻ വരെ എംബ്രോയിഡറി വന്നിട്ടുണ്ട് കേട്ടോ. ആൻഡ് ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്നല്ലേ? 1799 പ്രൈസ് റേഞ്ചിലാണ് ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ബഗൽപൂരി ലിനൻ മെറ്റീരിയലാണ്. ഇനി ഇതിൻ്റെ കളർ ഓപ്ഷൻസ്, നമുക്ക് ഒരുപാട് കളർ ഓപ്ഷൻസ്, 3 ഡിഫറെൻറ്റ് ഭംഗിയുള്ള കളേഴ്സ് അവൈലബിൾ ആണ്. ഒന്നൊരു ബ്ലാക്ക് ആൻഡ് ഗ്രേ കോമ്പിനേഷൻ, പിന്നെ പിങ്കിൻ്റെ ഡാർക്കർ പിങ്ക് ആൻഡ് ലൈറ്റർ പിങ്ക്, ഇങ്ങനെ 2 കളേഴ്സിലും കൂടി ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആണ് കേട്ടോ. ഈ പ്രോഡക്റ്റിൻ്റെ കോഡ് വരുന്നത് RP കോഡിലാണ്. RP പ്രോഡക്റ്റ് കോഡ് ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ. ഇതാണ് ഫസ്റ്റ് ഓപ്ഷൻ, ഡാർക്ക് വയലറ്റ് ആൻഡ് ലൈറ്റർ വയലറ്റ്. ഇത് ലാവൻഡർ ആൻഡ് വയലറ്റ് ഷെയ്ഡ് മിക്സ് ചെയ്ത് വന്നേക്കുന്ന ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ. ആൻഡ് ഇതുപോലെ ഒരു ഹാഫ് ആയിട്ടാണ് ഡിസൈൻ ഡീറ്റെയിലിംഗ് വരുന്നത്. അതുപോലെ തന്നെയാണ് ബ്ലൗസിൻ്റെ മെറ്റീരിയൽ വരുന്നത്. അപ്പോൾ നമുക്ക് സ്ലീവ്സിൽ ഈ ഒരു വർക്ക് ഡീറ്റെയിലിംഗ് കൊടുക്കുന്ന പോലെയോ അല്ലെങ്കിൽ തിരിച്ചു വേണമെങ്കിൽ സ്ലീവ്സ് ലൈറ്റർ ഷെയ്ഡ് കൊടുക്കണോ, എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ പാകത്തിന് എംബ്രോയിഡറി സ്ലീവ്സിൽ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ഒക്കെ വരുന്ന രീതിയിലാണ് ഇതിൻ്റെ ബ്ലൗസ് മെറ്റീരിയൽ വന്നേക്കുന്നത്. നമുക്കിനി അടുത്ത കളേഴ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ കറക്റ്റായിട്ടത് കാണാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വന്നേക്കുന്ന കളർ ഓപ്ഷൻ ഇത്. ഇനി അടുത്ത ഓപ്ഷൻ നോക്കാം. നെക്സ്റ്റ് ഓപ്ഷൻ പിങ്കിൻ്റെ 2 ഷെയ്ഡ്സാണ് കേട്ടോ. ഒരു പിങ്കിഷ് പീച്ചാണ് ആൻഡ് ലൈറ്റർ ബേബി പിങ്കും കൂടി മിക്സ് ചെയ്തിട്ടുള്ള 2 കളേഴ്സ്, 2 ഷെയ്ഡ്സാണ് വന്നിരിക്കുന്നത്. ഇതുണ്ടോ, ഇതുപോലെ ഹാഫ് ആയിട്ടാണ് ഡിസൈൻ ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്നത്.
ഫുൾ സാരിയിൽ സിൽവർ കളറിലുള്ള ബോർഡർ, രണ്ട് സൈഡിലും സിൽവർ ബോർഡർ വന്നിട്ടുണ്ട്. ആൻഡ് ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഈ അപ്പർ ധാവണി പോർഷനിലാണ് വർക്ക് ഡീറ്റെയിലിംഗ് വരുന്നത്. കണ്ടോ, ഇതുപോലെയാണ് വർക്ക് ഡീറ്റെയിലിംഗ് വരുന്നത്. വർക്ക് വരുന്നത് ഹാൻഡ് എംബ്രോയിഡറി വർക്ക് വിത്ത് സീക്വൻസ് ഹൈലൈറ്റ്, ബുള്ളിയൻ നോട്ട്സിൻ്റെ റോസസ് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് വരുന്ന സാരി. ഇതിപ്പോൾ നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം, ഇതിങ്ങനെ വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ള സാരിയാണ്. ആൻഡ് ഇതിൻ്റെ പ്രോഡക്റ്റ് കോഡ് വരുന്ന RP553 553 അങ്ങനെ കോഡ്സിലാണ് പ്രോഡക്റ്റ് വരുന്നത്. 1799 ആണ് കേട്ടോ പ്രൈസ് വരുന്നത്. ഇതാണ് അടുത്ത സെക്കൻഡ് ഓപ്ഷൻ വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ബ്ലൗസ് ഒന്ന് കാണാം. ബ്ലൗസ് വന്നേക്കുന്നത് ഇതാണ് ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത്. ബ്ലൗസ് മെറ്റീരിയൽ ആ ഒരു ഡാർക്ക് ഷെയ്ഡിലാണ് കേട്ടോ. ഇതിൻ്റെ അതെ കേട്ടോ, ഞാനത് ഷെയ്ഡഡ് ആയിട്ടല്ല, ഡാർക്ക് ഷെയ്ഡിലാണ് വന്നേക്കുന്നത്. സ്ലീവ്സിൻ്റെ എഡ്ജിൽ ഇതുപോലെ ഒരു ഫ്ലോറൽ പാറ്റേൺ, ഒരു ഫ്ലോറൽ ബഞ്ച് ഹാൻഡ് എംബ്രോയിഡറി തന്നെ ചെയ്തിട്ടുള്ളത്. സ്ലീവ്സിൻ്റെ എഡ്ജസ്റ്റിൽ വരുന്ന പോലെ ഇതിലും വന്നിട്ടുണ്ട്. ആൻഡ് ഇത് സെക്കൻഡ് ഓപ്ഷൻ. നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് ഗ്രേ ആൻഡ് ബ്ലാക്ക് ഷെയ്ഡ്, ഗ്രേയും ബ്ലാക്കും കൂടി ചേർന്നിട്ടുള്ള ഷെയ്ഡ്. എന്നിട്ട് ഇതിൽ ഇതുപോലെ തന്നെ ഹാൻഡ് എംബ്രോയിഡറി, ഗ്രേ ഷെയ്ഡിലാണ് ഹാൻഡ് എംബ്രോയിഡറി വന്നിരിക്കുന്നത്. ആൻഡ് ബ്ലൗസ് വന്നിരിക്കുന്നത് ബ്ലാക്ക് കളറിൽ കേട്ടോ. നല്ലൊരു ഓപ്ഷനാണ് ഇത്, ഗ്രേ ആൻഡ് ബ്ലാക്ക്, നല്ല ഭംഗിയുള്ള കോമ്പിനേഷൻ. ഇതിൽ എംബ്രോയിഡറി വന്നിരിക്കുന്നത് ഓറഞ്ച്, ഗ്രീൻ, ഗ്രേ, ഓഫ് വൈറ്റ്, അങ്ങനെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സിൽ വരുന്ന എംബ്രോയിഡറി ഡീറ്റെയിലിംഗ്. ഇതുപോലെ സിൽവർ കളറിലുള്ള ബോർഡർ പാറ്റേണും പല്ലു ഡീറ്റെയിലിങ്ങും. ആൻഡ് പ്ലെയിൻ ബ്ലാക്ക് ബ്ലൗസാണ് പെയർ ചെയ്തേക്കുന്നത്. ബ്ലൗസിൻ്റെ സ്ലീവ് എഡ്ജിലും ഇതുപോലെ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. ഇതാണ് ബ്ലൗസിൻ്റെ സ്ലീവിൽ വരുന്ന വർക്ക് ഡീറ്റെയിലിംഗ്. ആൻഡ് ഈ പ്രോഡക്റ്റിൻ്റെ കോഡ് വരുന്നത് RP5511799 ആണ് പ്രൈസ് റേഞ്ച് വരുന്നത്. ഹാൻഡ് വർക്ക് ഡീറ്റെയിലിംഗ് ഉള്ള ഫ്ലോയി ആയിട്ട് കിടക്കുന്ന, എന്നാൽ ഹാൻഡിൽ ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ള, ഇപ്പോൾ യങ്സ്റ്റേഴ്സൊക്കെ സ്കൂളിലും കോളേജസിലും ഒക്കെ സോഷ്യൽസൊക്കെ വരാൻ പോവല്ലേ, അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ യങ്സ്റ്റേഴ്സിന് പറ്റിയ പോലെ അവർക്ക് എപ്പോഴും ഇങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ ഈസി ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരീസൊക്കെയാണ് കൂടുതലും അവർ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാറ്റഗറി വരുന്ന ഭംഗിയുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ഒക്കെ വന്നേക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷനാണ്. ആൻഡ് പ്രൈസും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ച് വിത്ത് ഹാൻഡ് വർക്ക് ഡീറ്റെയിൽ. 1799 പ്രൈസ് റേഞ്ചിലാണ് വന്നേക്കുന്നത്. RP551 553 552 ഇങ്ങനെ കോഡ്സിലാണ് ഈ 3 കളേഴ്സും വന്നേക്കുന്നത് കേട്ടോ. ഡു ചെക്ക് ഇറ്റ് ഔട്ട് at www.aham.store. Your favorite saree in 2 new colors. ഇന്ന് നമുക്ക് ലിനൻസിൻ്റെ അകത്ത് നമുക്ക് ഇത് റയോണിൽ വന്നിരിക്കുന്ന ലിനൻ ഫിനിഷ് ആയിട്ട് വന്നിരിക്കുന്ന വളരെ സോഫ്റ്റ് ആൻഡ് ലൈറ്റ് വെയ്റ്റ് സാരിക്കകത്ത് വി ഹാവ് സീൻ എ ലാവൻഡർ ഷെയ്ഡ്, പിന്നെ ബ്ലാക്ക് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഓറഞ്ച് ടോൺ, പിങ്ക് ഷെയ്ഡ് ഉണ്ടായിരുന്നു, ഓറഞ്ച് അല്ല പിങ്ക് ഷെയ്ഡും കൂടെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇന്ന് നമ്മൾ അതിൻ്റെ ഒരു ന്യൂ ആയിട്ട് വന്നിരിക്കുന്ന 2 ന്യൂ ഷെയ്ഡ്സ് ആണ്. സെയിം കോൺസെപ്റ്റ്, സിൽവർ സറി ബോർഡർ വരുന്നുണ്ട്. അപ്പർ പോർഷനിൽ നിന്ന് ലോ പോർഷനിലോട്ട് നമുക്ക് ആ ഒരു ഓംബ്രെ അല്ല, ഹാഫ് ഡൈഡ് ആയിട്ട് വന്നിരിക്കുക, സെയിം കളറിൻ്റെ തന്നെ ഡാർക്ക് ആൻഡ് ലൈറ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ആൻഡ് യൂഷ്വലി നമ്മൾ കാണാറുള്ളത് ലോ പോർഷനിൽ നിന്ന് താഴോട്ടാണ്, മേളിലോട്ടാണ് എംബ്രോയിഡറി വരുന്നത്. ഇത് നമ്മൾ അതിൻ്റെ ഒരു റിവേഴ്സ് കോൺസെപ്റ്റ്. സോ വാട്ട് യു ഗെറ്റ് ഇസ് ലൈക്ക് ഫുള്ളി അപ്പർ പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് കവേർഡ് ആയിട്ട് നമുക്ക് ഈ ഒരു ഉടുത്ത് കുത്തുന്നിടം വരേക്കും നമുക്ക് എംബ്രോയിഡേർഡ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിലിംഗ് ആണ് വരുന്നത്. ബാക്ക് പോർഷനിൽ നമുക്ക് ഇതേപോലെ തന്നെ ഫുൾ എംബ്രോയിഡേർഡ് ആയിട്ടുള്ള ലുക്ക്. ആൻഡ് തീരെ വെയിറ്റ് ഇല്ലാത്തത്. ഇത്രയും എംബ്രോയിഡറി ഓൺ ദിസ് ഫാബ്രിക് ഇസ് ഓൺലി 1799. സെയിം പ്രൈസ് റേഞ്ച്, മുന്നേ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന അതേ പ്രൈസ് റേഞ്ച് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ലോ പോർഷനിൽ വന്നിരിക്കുന്ന ഷെയ്ഡാണ് നമുക്കിതിൻ്റെ ബ്ലൗസിൽ കൊടുത്തിരിക്കുന്നത്. ഫുൾ ഡാർക്ക് ടോണിൽ തന്നെ വന്നിരിക്കുന്ന ബ്ലൗസ് വിത്ത് സ്ലീവ് എംബ്രോയിഡറിയും കൂടെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്ലീവിൽ കൊടുത്തിരിക്കുന്ന വർക്ക് ഇതാണ് കേട്ടോ. നമ്മളിത് നല്ല കോട്ടൺ ലൈനിങ് യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ് നല്ലത്. കുറച്ചൊരു ഡെലിക്കേറ്റ് ഫാബ്രിക്കാണ്. സോ ഇറ്റ്സ് ബെറ്റർ ഒരുപാട് ഭയങ്കര ടൈറ്റ് ഫിറ്റിംഗ് ബ്ലൗസസിനകത്തോട്ട് പോകണ്ട. നമുക്ക് അതിനകത്ത് നല്ല ക്വാളിറ്റിയുള്ള കോട്ടൺ ലൈനിങ്, നമുക്ക് ലൈനിങ്സ് തന്നെ പല ക്വാളിറ്റിയിൽ വരാറുണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റിയിലുള്ള കോട്ടൺ ലൈനിങ് യൂസ് ചെയ്ത് തന്നെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അതായിരിക്കും ബെറ്റർ. നമുക്ക് അതിനകത്ത് ആ ഒരു ഡ്യൂറബിലിറ്റിക്കൊക്കെ ബെറ്റർ അതായിരിക്കും. ആൻഡ് നമുക്ക് ഒരുപാട് ടൈറ്റ് ഫിറ്റ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോഴൊക്കെ ബ്ലൗസ് ഇടുമ്പോഴത്തേക്ക് അത് വലിഞ്ഞു പോകുന്ന, സ്റ്റിച്ച് ലൈൻസ് വലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ടൈറ്റ്നെസ്സിനകത്തോട്ട് പോകണ്ടായിരുന്നു. ആൻഡ് RP681 82 എന്നുള്ള 2 കോഡ്സിൻ്റെ അകത്താണ് വരുന്നത്. ഫുൾ ബ്രാഞ്ചസ് ആയിട്ട് നമുക്ക് ആ ഒരു
ത്രെഡ് എംബ്രോയിഡറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും ഡെലിക്കേറ്റ് ആയിട്ടാണ് അത് ഫുള്ള് ചെയ്തെടുത്തേക്കുന്നത്. ആ ഒരു സ്റ്റെം സ്റ്റിച്ചസിനകത്ത് ബ്രൗണും ഈ ബേസ് കളറിൻ്റെ ടോൺസിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കോൺട്രാസ്റ്റും ഒക്കെ വരുന്നുണ്ട് അതിനകത്ത്. പക്ഷെ ഭയങ്കര സട്ടിൽ കോൺട്രാസ്റ്റ് ആണ്. ഇപ്പോൾ ഇതിനകത്തൊരു ലൈറ്റ് ലാവൻഡർ പിങ്ക് വരുന്നത് പോലെ ഇതിൻ്റെ അകത്ത് ആ ഒരു ഗ്രീനിൻ്റെയും ബേജിൻ്റെയും കോമ്പിനേഷൻസിൽ ബുള്ളിയൻ നോട്ട്സും സാറ്റിൻ സ്റ്റിച്ചസിൻ്റെ ഒക്കെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ വർക്ക്, ട്രഡീഷണൽ കൊൽക്കട്ട വർക്കാണ് അതിനകത്ത് ചെയ്തേക്കുന്നത്. ഇത്രയും എംബ്രോയിഡറി അതിനകത്ത് വരുന്നുണ്ട്. പക്ഷേ എംബ്രോയിഡറി ഭയങ്കര ബൾക്കി ആയിട്ടുള്ള ഒരു ലൈറ്റ് ഫീലിലാണത് വന്നിരിക്കുന്നത്. RP 682 and 681.